ശ്രീരാമായ നമോ നമ. സീതാരാം ഗുണാരാമ പുണ്യാരണ്യനിവാസിനോ വന്ദേ വിശുദ്ധ വിജ്ഞാനോ കവീശ്വര കപീശ്വരോ. ഉത്തരകാണ്ഡത്തിൽ 38ാമത്തെ സർഗമാണ് നമ്മൾ നോക്കുന്നത്. ശ്രീരാമചന്ദ്രൻ തങ്ങളുടെ ബന്ധുജനങ്ങൾക്കൊക്കെ വിട നൽകുന്നതാണ് വിഷയം. ഇങ്ങനെ മഹാബാഹുവായ ശ്രീരാമചന്ദ്രൻ വളരെ നല്ല രീതിയിൽ പ്രജാപാലനം ചെയ്തു പോന്നു. കുറച്ചു നാൾക്കു ശേഷം അദ്ദേഹം മിഥിലാധിപനായ വിദേഹരാജാവിനെ ചെന്ന് കണ്ട് തൊഴുതുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ സുസ്ഥിരമായ ഗതി അങ്ങാണ്. ഇതുവരെ ഞങ്ങളെ കാത്തതും അങ്ങാണ്. അങ്ങയുടെ അതുലപ്രഭാവം കൊണ്ടാണ് എനിക്ക് രാവണനെ വധിക്കാൻ സാധിച്ചത്. ഇക്ഷ്വാകുക്കളുടെയും മൈഥിലന്മാരുടെയും ഈ ചാർച്ച വളരെ പ്രീതിപ്രദമാകുന്നു. ഇനി അങ്ങയ്ക്ക് സ്വരാജ്യത്തിലേക്ക് മടങ്ങാം. ഈ രത്നങ്ങളൊക്കെ സ്വീകരിച്ച് അങ്ങയുടെ സഹായത്തിനായി പിന്നാലെ ഭരതനും അനുഗമിക്കും. ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ലക്ഷ്മണനെയോ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഭരതനെയാണ്. ലക്ഷ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമചന്ദ്രനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവാണ്, ഊർമിളയുടെ ഭർത്താവാണല്ലോ. ഭരതനും ശത്രുഘ്നനും അദ്ദേഹത്തിന്റെ അനിയന്റെ മക്കളുടെ ഭർത്താക്കന്മാരാണ്. അപ്പോൾ നേരിട്ടുള്ള വളരെ അടുത്ത ബന്ധമുള്ള ആളെയല്ല പറഞ്ഞേക്കണേ, മറ്റൊരാളെ പറഞ്ഞേക്കണേ. അതൊരു നയമാണത്. നമുക്കും അതേ അങ്ങനെയുള്ള ബന്ധങ്ങളും ആ ചർച്ച വരുമ്പോൾ ആ പ്രയോഗിക്കാൻ ഉതകുന്നൊരു ബന്ധമായിട്ട് തോന്നുന്നു, ഒരു പ്രയോഗമായിട്ട് തോന്നുന്നു. ഇത്രയും കേട്ടപ്പോൾ ജനകൻ തിരിച്ചു പറയുന്നു, ശരി, കാഴ്ച കൊണ്ടും നയം കൊണ്ടും, കാഴ്ച വെച്ചാൽ അവിടെ കാണുക കൊണ്ടും നയം കൊണ്ടും ഞാൻ പ്രീതനായി. എനിക്ക് കാഴ്ചവെച്ച ഈ രത്നങ്ങളൊക്കെ ഞാൻ സീതയ്ക്കായി തന്നെ തിരിച്ചു സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് അനുഗ്രഹിച്ച് ജനകൻ മിഥില രാജപുരിയിലേക്ക്, വിദേഹ രാജ്യത്തിലേക്ക് മടങ്ങി. പിന്നെ ശ്രീരാമചന്ദ്രൻ കേകയ രാജാവിനെ യുദ്ധാജിത്തിനെ ചെന്ന് കണ്ടു. സവിനയം തൊഴുത് പറഞ്ഞു, ഈ രാജ്യവും ഞങ്ങൾ സഹോദരന്മാരുമൊക്കെ അങ്ങയ്ക്ക് അധീനമാണ്. വൃദ്ധനായ മഹാരാജാവ് അങ്ങയ്ക്കായി കേകയത്ത് കാത്തിരിപ്പുണ്ടാവും. എന്നാൽ ഇനി വിട കൊണ്ടാലും കാഴ്ചദ്രവ്യങ്ങളുമായി ലക്ഷ്മണൻ അനുഗമിക്കും. കണ്ടില്ലേ, ഇവിടെ ശത്രുഘ്നെയോ ഭരതനെയോ അല്ല പറഞ്ഞേക്കുന്നത്, ലക്ഷ്മണനെയാണ് പറഞ്ഞേക്കുന്നത്. യുദ്ധാജിത്ത് പറഞ്ഞു, ആട്ടെ, ഇതൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. രാമചന്ദ്രാദികൾ മാതുലിനെ പ്രദക്ഷിണം ചെയ്തു. യുദ്ധാജിത്ത് തിരിച്ച് ചക്രവർത്തിയായ രാമചന്ദ്രപ്രഭുവിനെ വലം വെച്ച് ലക്ഷ്മണനോടൊത്ത് കേകയത്തിലേക്ക് മടങ്ങി. ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യൊക്കെയാണ് തോന്നുന്നത് കേകയം. നമ്മുടെ അധ്യാത്മരാമായണത്തിൽ പോകുന്ന വഴിയൊക്കെ ഒരു 5 ദിവസം കൊണ്ട് ഭരതൻ അവിടെ എത്തി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ സ്വസുഹൃത്തായ കാശിരാജൻ പ്രദർദനെ ചെന്നു കണ്ടു രാമചന്ദ്രൻ. എന്നിട്ട് അദ്ദേഹത്തെ പുണർന്നുകൊണ്ട് പറയാണ്, ഭരതനോടൊത്ത് താങ്കൾ ഞങ്ങളോടുള്ള പ്രീതിയും ഉറ്റ സൗഹൃദവും കാട്ടി ഇനി വാരാണസിയിലേക്ക് തന്നെ മടങ്ങിയാലും. പ്രദർദനൻ വിട ചൊല്ലി. അതിനുശേഷം 300ഓളം രാജാക്കന്മാര്, സാമന്ത രാജാക്കന്മാരായിരിക്കും, അവരെ നേരിട്ട് കണ്ട് മധുരമായി അവരുടെ പ്രീതിയെപ്പറ്റിയും ധർമ്മരക്ഷയെപ്പറ്റിയും സാഹായത്തെപ്പറ്റിയും സംസാരിച്ചു. വനത്തിൽ ജനകനന്ദിനിയെ അപഹരിച്ച വിവരം അറിഞ്ഞ സമയത്ത് ഭരതൻ നിങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടിയില്ലേ? നിങ്ങളൊക്കെ വരികയും ചെയ്തു. നിങ്ങൾ ഭരതന് ഐക്യദാർഢ്യവും നൽകി. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം ചെലവാക്കിയതല്ലേ? ഇതെല്ലാം കേട്ടപ്പോൾ രാജാക്കന്മാർ പറഞ്ഞു, ഭാഗ്യത്താൽ അവിടുന്ന് വിജയിയായി തിരിച്ചു വന്നു, പട്ടാഭിഷിക്തനുമായി. ഞങ്ങളുടെ പ്രീതി ഈ പട്ടാഭിഷിക്തനായ പട്ടാഭിരാമനെ കാണുക എന്നുള്ളതാണ്. അങ്ങയുടെ മര്യാദയാണ് ഞങ്ങളെ പ്രശംസിക്കുക എന്നത്. പക്ഷേ പ്രശംസ അർഹിക്കുന്നത് താങ്കൾ തന്നെയാണ്, ഞങ്ങളല്ല. ഇനി ആജ്ഞ നൽകിയാലും വിട ചൊല്ലാൻ. മഹാരാജാവേ, അവിടുത്തെ പ്രീതി എന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകണമേ. ഇത് മഹാരാജാവല്ല, സാക്ഷാൽ രാമചന്ദ്രൻ എന്നുള്ളൊരു
ഈശ്വരൻ എന്നുള്ളൊരു സങ്കല്പത്തോടു കൂടിയാണെന്ന് തോന്നും വായിച്ചു കഴിഞ്ഞാൽ. ശരി എന്ന് പറഞ്ഞ് അവരൊക്കെ തൊഴുതുകൊണ്ട് മടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ആപദാം അപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം.